വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ആവേശം കൂട്ടാൻ AICC വക്താവ് ഖുശ്ബുവിന്റെ റോഡ് ഷോ നടന്നു. മാനന്തവാടിയിലെ കുഞ്ഞോ മുതൽ പനമരം വരെയുള്ള 25 കിലോമീറ്ററിലേറെ ദൂരമായിരുന്നു റോഡ് ഷോ നടന്നത്. കാർഷിക പ്രശ്നത്തിലൂന്നിയുള്ള ഇടതു പ്രചരണം വയനാട്ടിൽ ഫലം കാണില്ലെന്ന് ഖുശ്ബു പറയുന്നു. വയനാട്ടിൽ ഇടതുപക്ഷത്തെക്കാൾ ശക്തി കോൺഗ്രസിനാണെന്നും ഖുശ്ബു പറഞ്ഞു. രാഹുൽ ഒളിച്ചോടിയെന്ന് പറയുന്ന മോദി ധൈര്യമുണ്ടെങ്കിൽ വയനാട്ടിൽ വന്ന് രാഹുലിനെതിരെ മത്സരിക്കട്ടെ എന്നും ഖുശ്ബു വെല്ലുവിളിച്ചിട്ടുണ്ട്. വയനാട്ടിൽ രാഹുൽ 5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ഖുശ്ബു വിശദമാക്കി. ശബരിമല വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പമാണ് താനെന്നും ചലച്ചിത്ര താരം കൂടിയായ കോൺഗ്രസ് വക്താവ് ഖുശ്ബു പറയുന്നു. ലിംഗസമത്വത്തിനായുള്ള കോടതി വിധി അംഗീകരിക്കുന്നുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരങ്ങൾ പെട്ടെന്ന് മാറ്റാനാവില്ല. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ തെറ്റില്ലെന്ന് ഖുശ്ബു പറഞ്ഞു. എന്നാൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ ഒറ്റയടിക്ക് നമുക്ക് മാറ്റാനാവില്ല. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാണ് ഖുശ്ബു. രാഹുലിനെതിരെ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ മോദിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി പനമരത്താണ് റോഡ് ഷോ അവസാനിച്ചത്. ഇന്നും വയനാട് മണ്ഡലത്തിൽ ഖുശ്ബു പ്രചരണം തുടരും. നാളെ രാഹുൽ ഗാന്ധിയും വയനാട്ടിലെത്തുന്നുണ്ട്. ഇന്നലെ രാത്രി കേരളത്തിലെത്തിയ രാഹുൽ മാവേലിക്കര മണ്ഡലത്തിൽ ഇപ്പോൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. പിന്നീട് 11 മണി കഴിഞ്ഞ് പത്തനംതിട്ടയിലും പ്രസംഗിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് KM മാണിയുടെ പാലായിലെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കും. വൈകിട്ട് 4 മണിക്ക് ആലപ്പുഴയിലെത്തി ഷാനിമോൾ ഉസ്മാന്റെ പ്രചരണത്തിൽ പങ്കെടുക്കും. 6 മണിക്ക് തിരുവനന്തപുരത്ത് പൊതുസമ്മേളനം. തുടർന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന രാഹുൽ ബുധനാഴ്ച രാവിലെ 7:30 കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ UDF സ്ഥാനാർത്ഥികളുമായി ചർച്ച നടത്തും. തുടർന്ന് സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ പ്രചരണം നടത്തും. രാവിലെ ബത്തേരിയിലും തിരുവമ്പാടിയിലും വൈകിട്ട് വണ്ടൂരും തൃത്താലയിലുമാണ് പൊതുപരിപാടികൾ. ബുധനാഴ്ച കണ്ണൂരിൽ നടക്കുന്ന UDF നേതൃയോഗത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്താനെത്തും. കണ്ണൂർ, കാസർഗോഡ്, വടകര മണ്ഡലത്തിലെ നേതാക്കളെയാണ് രാഹുൽ ഗാന്ധി നേരിട്ട് കാണുന്നത്. KPCC ഭാരവാഹികളും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരും പോഷക സംഘടന ജില്ലാ പ്രസിഡന്റുമാരും UDF കക്ഷി നേതാക്കളും ഉൾപ്പെടെ 350 പേർ ഈ യോഗത്തിൽ പങ്കെടുക്കും. നാളെ രാത്രി കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് നടക്കുന്ന നേതൃയോഗത്തിന് ശേഷം ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെ തിരുനെല്ലിയിലേക്ക് പോകും. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തോൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും BJPയെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വെല്ലുവിളിച്ചിരുന്നു. മോദി വന്ന് മത്സരിച്ചാലും വയനാട്ടിൽ രാഹുൽ വിജയിക്കും. LDFന്റെ പരാജയം മുന്നിൽ കണ്ട് പരിഭ്രമിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടുമെന്നും ചെന്നിത്തല പറഞ്ഞു. 20 സീറ്റിലെങ്കിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ചെന്നിത്തല അവകാശപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.